+2 മാത്സ് എക്സാമിന് ഉറപ്പായും 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ. എങ്ങനെ തെറ്റാതെ ഏറ്റവും വേഗത്തിൽ ഇതിൻ്റെ ആൻസർ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ദ സിസ്റ്റം ക്യാൻ ബി റിട്ടേൺ ദ മെട്രിക്സ് ഫോം എ എക്സ് ഈക്വൽ ടു ബി എന്ന് എഴുതുക. ദെൻ എ ബി എന്താണെന്ന് എഴുതണം. മെട്രിക്സ് എ എന്ന് പറയുന്നത് കോയഫിഷ്യൻ മെട്രിക്സ് ആണ്. കോയഫിഷ്യൻസ് വരുന്നത് 2 - 3 5, 2 - 3 5, 3 2 - 4 ആൻഡ് 1 1 - 2. ദെൻ മെട്രിക്സ് ബി എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. മെട്രിക്സ് ബി 11 - 5 - 3. മെട്രിക്സ് എക്സ് എന്ന് പറയുന്നത് അൺനോൺസ് ആണ്. എക്സ് വൈ സെറ്റ് ആണ് അൺനോൺസ് വരിക. ദെൻ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്. അത് എ ഇൻവേഴ്സ് ഇൻറ്റു പി ആണ്. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ആണ്. ഓക്കെ, നമ്മളിത് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതും തെറ്റാൻ സാധ്യതയുള്ളതും ഡിറ്റർമിനൻ്റ് കാണുമ്പോഴും അഡ്ജോയിൻ്റ് കാണുമ്പോഴാണ്. ഇതെങ്ങനെ ഏറ്റവും വേഗത്തിൽ ചെയ്യാം എന്നാണ് ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണുന്നത്. സോ നമ്മൾ ആദ്യം ഈ മെട്രിക്സിലെ എൻട്രീസ് ഒന്ന് എടുത്തെഴുതുക. എൻട്രീസ് 2 - 3 5, 3 2 - 4, 1 1 - 2. ഫസ്റ്റ് രണ്ട് കോളങ്ങൾ റൈറ്റ് സൈഡിലേക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതാം. 2 3 1 -3 2 1. അതിനുശേഷം ആദ്യത്തെ രണ്ട് റോസ് താഴോട്ട് എഴുതുന്നതാണ്. 2 - 3 5, അതുപോലെ തന്നെ 2 - 3 അടുത്ത റോയ് 3 2 - 4 3 2. നമുക്ക് നേരിട്ട് അഡ്ജോയിൻറ്റ് കാണുന്നതിന് ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല. ഇത്രയും ഭാഗം നമ്മൾ ഒഴിവാക്കി കളഞ്ഞു. ദെൻ ദിസ് ഈസ് ഈക്വൽ ടു 1/ഡിറ്റർമിനൻ്റ് ഓഫ് എ എഴുതാനുള്ള സ്പേസ് വിട്ടിട്ടുണ്ട്. 1/ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ. അഡ്ജോയിൻറ്റ് ഓഫ് എ നേരിട്ട് എഴുതണം. സോ അഡ്ജോയിൻറ്റ് ഓഫ് എയിൽ ഫസ്റ്റ് കോ ഫാക്ടർ 2 × -2 -4 -4 ദറ്റ് ഈസ് 0 എന്ന് കിട്ടും. അടുത്തത് 5 × 1 5 -3 × -2 6. 5 - 6 -1. അത് നമ്മൾ ഇവിടെയാണ് സ്വാഭാവികമായിട്ട് എഴുതുന്നത്. പക്ഷേ നമ്മൾ നേരിട്ട് ഇങ്ങോട്ടാണ് എഴുതുന്നത്. അതിൻ്റെ കാരണം അത് നേരിട്ട് ട്രാൻസ്പോസ് കാണുന്നതിന് തുല്യമാണ്. സോ ഇവിടെയുള്ളത് ഇങ്ങോട്ട് എഴുതിയത് ട്രാൻസ്പോസ് ആയിരിക്കും കിട്ടുക. സോ 5 - 6 -1 എന്ന് ഇങ്ങോട്ട് എഴുതി. ദെൻ അടുത്ത കോ ഫാക്ടർ -3 -4 12 -10. 12 - 10 2 എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത റോയിലേക്ക് പോവാം. -4 -6 ദാറ്റ് ഈസ് 2 എന്ന് കിട്ടും. അടുത്തത് -2 × -2 × 2 -4 -5 -9. അടുത്തത് 15 -8 ദാറ്റ് ഈസ് 15 -8 23 എന്ന് കിട്ടും. അടുത്തതിലേക്ക് പോവാം. അടുത്തത് 3 - 2 3 - 2 1. അടുത്തത് -3 - 2 -3 - 2 -5. 2 × 2 4 -9 ദാറ്റ് ഈസ് 13 എന്ന് കിട്ടും. സോ നമുക്കിവിടെ നേരിട്ട് അഡ്ജോയിൻ്റ് ഓഫ് എ കിട്ടിയിരിക്കുകയാണ്. നമുക്കിതിനകത്ത് എങ്ങനെ ഡിറ്റർമിൻ ഏറ്റവും സ്പീഡിൽ കാണാമെന്ന് നോക്കാം. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് കോളത്തിലേക്ക് കിടക്കുന്നത് കറസ്പോണ്ടിങ് കോ ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് റോയുടെ കോ ഫാക്ടേഴ്സ് ആണ് ഈ കിടക്കുന്നത്. സോ ഫസ്റ്റ് റോയിലെ കോ ഫാക്ടേഴ്സും ഫസ്റ്റ് റോയിലെ എൻട്രീസും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡിറ്റർമിൻ കിട്ടും. ദാറ്റ് ഈസ് 0 × 2 പ്ലസ് 2 × -3 2 × -3 പ്ലസ് 1 × 5 1 × 5 നോക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 0 പ്ലസ് -6 പ്ലസ് 5 -1 ആയിരിക്കും ഡിറ്റർമിനൻ്റ്. സോ 1/ഡിറ്റർമിനൻ്റ് ഓഫ് എ 1/-1 ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു ബി. ബി എന്ന് പറയുന്ന മെട്രിക്സ് 11 -5 -3. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യാം. 1/ഡിറ്റർമിനൻ്റ് അവിടെ കിടക്കട്ടെ, മൈനസ് അവിടെ ഉണ്ട്, ഇൻറ്റു വാല്യൂസ് 0 × 11 0. Then -1 × 5 plus 5, 2 × -3 -6. Then 2 × 11 22 plus 9 × 5 45. 23 × -3 -69. അടുത്തത് 1 × 11 11 plus 5 × 5 25. Then 13 × -3 -39. So this is equal to -1 into എന്ന് വരും. 5 - 6 -1 22 plus 45 67 -69 -2 11 plus 25 36 -39 -3 ഇൻറ്റു -1 പുറത്തുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു
-1 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ 1 2 3. ഫൈനലി വി ഗെറ്റ് എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2, സെഡ് ഈക്വൽ ടു 3. നമ്മൾ ഏറ്റവും ഫാസ്റ്റായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കണ്ടത്. ചെയ്യേണ്ട കാര്യങ്ങൾ, ആ ഡിറ്റർമിൻ്റ് കാണാൻ വേണ്ടി നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്ന ഡിറ്റർമിൻ്റ് കാണാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ ഇവിടുത്തെ കറസ്പോണ്ടിങ് കോ ഫാക്ടേഴ്സും ഫസ്റ്റ് റോയും കൂടെ മൾട്ടിപ്ലൈ ഇപ്പോൾ എളുപ്പത്തിൽ തെറ്റാതെ ഡിറ്റർമിൻ്റ് കാണാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ അഡ്ജോയിൻറ്റ് കാണുമ്പോൾ നമുക്ക് അവിടെയും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് നേരിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഈ ഓർഡറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജോയിൻറ്റും യാതൊരു കാരണവശാലും തെറ്റിപ്പോകത്തില്ല. സോ നമ്മളിവിടെ മറ്റൊരു രീതിയിലും കൂടെ ഡിറ്റർമിൻ്റ് കാണാം. സോ ഈ റോയും കറസ്പോണ്ടിങ് സെക്കൻഡ് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുക കറസ്പോണ്ടിങ് ഡിറ്റർമിൻ്റ് വാല്യൂ ആയിരിക്കും. ഫൈനലി ഈ വാല്യൂസ് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഏറ്റവും കീ പാർട്ട്. നമ്മൾ ഉറപ്പായും നിർബന്ധമായിട്ട് ഉറപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഈ ഇക്വേഷനിൽ ഫസ്റ്റിൽ നമ്മൾ എക്സിന് വാല്യൂ 1 എന്ന് കൊടുക്കുക, അതായത് 2 ഇൻറ്റു 1 പ്ലസ് -3 ഇൻറ്റു വൈയുടെ വാല്യൂ 2 ആണ്, -3 ഇൻറ്റു 2 പ്ലസ് 5 ഇൻറ്റു 3 ഓക്കെ. വാല്യൂ എന്ത് കിട്ടുക നോക്കാം. 2 പ്ലസ് -6 പ്ലസ് 15. ഓക്കെ, വാല്യൂ എന്തോ നോക്കാം. 15 പ്ലസ് 2 17 -6 11. സോ കറക്റ്റ് ആൻസർ ആണ്. സോ നിങ്ങൾ എഴുതിയ ഉത്തരം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ 6 മാർക്കിൻ്റെ ആൻസർ ഉറപ്പാക്കിയിട്ടുണ്ട്. താങ്ക് യു.